എല്ലാ ആത്മ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മള് ആത്മാന്വേഷകര് എല്ലാം തന്നെ ആത്മാവിനെയാണ് അന്വേഷിക്കുന്നത്. ആത്മാവിനെ അന്വേഷിക്കുന്നത് നമ്മളിലെ ശാന്തിയും സമാധാനവും സന്തോഷവും ആനന്ദവും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും അന്വേഷകരെല്ലാം മറന്നുപോകുന്നൊരു കാര്യം, നമ്മളെ ഉള്ളിൽ സദാസമയവും വിളങ്ങുന്ന ആത്മതത്വത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ഉള്ളിൽ എപ്പോഴും ഞാൻ എന്ന് മൊഴിയുന്ന ഉണ്മയെ നമ്മൾ മറന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പുറമെ അന്വേഷിച്ച് നടക്കുന്നത്. പല ഗുരുക്കന്മാരുടെ കൂടെയായാലും പല ക്ഷേത്രങ്ങളിലും പല തീർത്ഥാടനങ്ങളിലും എല്ലാം നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് നമ്മളുടെ ആത്മതത്വത്തെ തന്നെയാണ്, ഈശ്വരനെ തന്നെയാണ്. ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ ക്ഷേത്രത്തിൽ നിൽക്കുന്ന വിഗ്രഹത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്നാണ്. എന്നാൽ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത്. വിഗ്രഹങ്ങളൊക്കെ വിശേഷാൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഏകാഗ്രതയുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഉള്ള ഉപാധി മാത്രമാണ് വിഗ്രഹങ്ങളൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സദാസമയം ഈ ശരീരത്തെ ചൈതന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആ സത്യമാണ്, പരമമായ സത്യമാണ്. അത് നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ അറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ന ഉള്ളിൽ കഴിയുന്ന ആ സത്യം തന്നെയാണ്. അപ്പം അതിനെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം, എപ്പോഴും അനുഭവിക്കാൻ അറിയണം. അല്ലെങ്കിൽ അത് സദാസമയം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമാണ്. ഇപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഡോർ അടച്ചിരിക്കാനായിരിക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിനുള്ളിൽ ഉള്ള ബെല്ലടിച്ചിട്ട് തുറക്കാൻ വരുന്ന ഉള്ളിലോട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഉള്ളിലുള്ള ആൾ ചോദിക്കുകയാണ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് എന്നാ പറയുക. ഈ ഞാൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഞാൻ എന്ന് പറയാനാണ് എല്ലാവർക്കും താല്പര്യം. ഈ ഞാൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അയാൾക്ക് പേര് കിട്ടുന്നതിന് മുമ്പ്, നാമം കിട്ടുന്നതിന് മുമ്പ് അയാൾ ഞാനാണ്, ഞാൻ എന്ന സത്യമാണ്. ഞാനെന്ന അഹങ്കാരത്തിലേക്ക് ഞാനെന്ന ഉണ്മയിൽ നിന്നാണ് ഉയർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ രാവിലെ ഉണരുമ്പോൾ നമ്മൾ ഉണരുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഞാൻ ഉണർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഞാൻ ഉണർന്നെങ്കിലേ നമുക്ക് ഈ ലോകമുള്ളൂ, ഈ പ്രപഞ്ചമുള്ളൂ. കുട്ടികളും കുടുംബവും ഒക്കെ നമ്മൾ ഞാൻ ഉണരുമ്പോഴേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം, ഇന്നലത്തെ സത്സംഗങ്ങളിൽ നമ്മൾ ഒരു സുഹൃത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് എന്താണ് മായ എന്നാണ്. മായയെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ കാണുന്ന പ്രപഞ്ചവും സർവചരാചരങ്ങളും ഈ ജീവനും ശരീരവും ഉൾപ്പെടെ മനസ്സുൾപ്പെടെ എല്ലാം മായയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ മായയുടെ വലിപ്പം അല്ലെങ്കിൽ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുള്ളൂ. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത ഒന്നല്ല, ഉണ്ടായി നിലനിന്ന് മറയുന്ന ഒന്നാണ് മായ എന്ന് പറയുക. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം, അതായത് ഉണ്ടായതുപോലെ നിലനിന്നതുപോലെ മറയുന്നത് പോലെ എന്ന് പറയാം വേണമെങ്കിൽ. ഉണ്ടായതുപോലെ എന്ന് പറയുന്നാൽ ആത്മാവിൽ ഉണ്ടായി നിലനിന്ന് മറയുന്ന സത്യത്തെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പരാശക്തി എന്ന് പറയും, ശക്തി എന്ന് പറയും, ദേവി എന്ന് പറയും, എല്ലാം പറയും.
അപ്പോ അത് നമ്മുടെ ജീവൻ മായയാണ്. ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങൾ മുഴുവൻ മായയാണ്. അപ്പൊ സർവചരാചരങ്ങളും മായയാണ്. അപ്പൊ നമ്മൾ മായ എന്ന് പറഞ്ഞ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഈ അണ്ടകടാഹത്തെ കാണുന്ന അണ്ടകടാഹത്തെ മൊത്തം നമുക്ക് വേണമെങ്കിൽ മായ തന്നെയാണ്. ഇനി മായയിൽ തന്നെ നമ്മൾ വിദ്യ ഉണ്ട്, അവിദ്യയുമുണ്ട്. അവിദ്യാമായുണ്ട്, വിദ്യാമായുണ്ട്. അവിദ്യാമായ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഞാനൊരു ഉദാഹരണത്തിലൂടെയാണ് ഇത് വ്യക്തമാക്കാം. ഇപ്പം നമ്മൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ലെവൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണുന്നതായിരിക്കാം. അപ്പോൾ അതിൽ ഈ ലെവൻസിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരു കുട്ടി നമ്മുടെ കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളവിടെ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട്, എല്ലാവരും നല്ലപോലെ കളിക്കുന്നുണ്ട്. നമ്മളതിലെടുത്തിട്ട് ഇന്ന കുട്ടി എൻ്റെ മകനാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ അവിടെ ഞാൻ അവിദ്യയിലാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ മമത്വം അവിടെ ഉണ്ട്. അപ്പം എൻ്റെ പൊസസീവ്നെസ് അവിടെ ഉണ്ട്. അപ്പം ഇത് എൻ്റെ കുട്ടിയാണ്, അത് നല്ല കളിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ അവൻ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പം നമ്മളവിടെ അവിദ്യയിലാണ്. പക്ഷേ നമ്മളവിടെ വിദ്യയെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന കുട്ടികളെല്ലാം നമ്മളെ കുട്ടികൾ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളവിടെ വിദ്യയിലാണ്. അപ്പോഴും മായ തന്നെയാണ്. കാരണം വിദ്യ ആയാലും അവിദ്യ ആയാലും മായ തന്നെയാണ്. ഇനി ആ കളിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഞാൻ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ അവിടെ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ആളുകളില്ല. എന്നിൽ നിന്ന് അന്യമായ ഒന്നും ഈ പ്രപഞ്ചത്തിലോ വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ മായയില്ല, അവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ മായയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിൽ നിന്ന് അന്യമായി നമ്മൾ എന്തെങ്കിലും കാണുകയോ ശ്രവിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവം വേദ്യമാവുന്നുണ്ടെങ്കിൽ അതെല്ലാം മായയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം മായയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മായയാണ്, നമ്മൾ കുടിക്കുന്ന വെള്ളം മായയാണ്, നമ്മൾ ശ്വസിക്കുന്ന വായു മായയാണ്, നമ്മൾ ഒക്കിപ്പറയുന്ന ആകാശം മായയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന അഗ്നി മായയാണ്, നമ്മുടെ ശരീരത്തിലോടുന്ന എല്ലാം. ഇപ്പം ശരീരത്തിലെ ബ്ലഡ് അത് വെള്ളമാണ്, ആ പഞ്ചഭൂതത്തിലുള്ള ഒരു ഭാഗമാണ്. അപ്പം ഈ നിർമ്മിതമായ മായയിൽ നിന്നുകൊണ്ട് തന്നെ മായയെ തന്നെയാണ് ഭക്ഷിക്കുന്നത്. അപ്പം നിങ്ങളെ ശരീരം മായയാണ്, നിങ്ങൾ ശ്വസിക്കുന്ന വായു എല്ലാം, ഉപയോഗിക്കുന്ന അഗ്നി എല്ലാം, എല്ലാ പഞ്ചഭൂതങ്ങളും മായ തന്നെയാണ്. അപ്പം മായയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും കൂടുതൽ കാര്യങ്ങൾ അപ്പം മായയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഒരാള് അറിവ് ജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ അയാൾക്ക് മായയെ അറിയണം. മായയെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരാള് ഉണരുന്നത് വിശ്വമനസ്സിലേക്കാണ്. അപ്പം നമ്മൾ വ്യക്തിഗത മനസ്സിനെയാണ് നമ്മൾ അവിദ്യ എന്ന് പറയുന്നത്. വ്യക്തിഗത മനസ്സിൽ നിന്ന് വിശ്വമനസ്സിലേക്ക് നമുക്ക് ഉണരാൻ പറ്റിയാൽ, അതായത് വ്യഷ്ടി മനസ്സിൽ നിന്ന് സമഷ്ടി മനസ്സിലേക്ക് നമുക്ക് എപ്പോഴാണ് ഉണരാൻ അപ്പോഴേ നമ്മൾക്ക് മായയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. മറ്റേത് നമ്മൾ മായയാണെന്ന് വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിഗത മനസ്സിനെ ബ്രേക്ക് ചെയ്യണം, ബ്രോക്കൺ ആവണം, അത് പൊട്ടിപ്പോകണം. അതായത് ഇപ്പോൾ നമുക്ക് വ്യക്തിഗത മനസ്സിനെ നമുക്ക് എങ്ങനെയാണ്, വ്യക്തിഗത മനസ്സിൽ എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മളവിടെ മമതാബന്ധമുണ്ട്, പൊസസീവ്നെസ് ഉണ്ട്, നമ്മളിൽ സ്വാർത്ഥതയുണ്ട്. അപ്പം നമ്മൾ ആ സ്വാർത്ഥതയിൽ നിൽക്കുമ്പോഴേ നമ്മൾ അവിദ്യയിലാണ്. അപ്പൊ ആ അവിദ്യയിൽ നിന്ന് നമ്മൾ ആദ്യം ഉണരേണ്ടത് വിദ്യയിലേക്കാണ്. അതായത് എൻ്റേത് എന്നുള്ളതിൽ നിന്ന് ഈശ്വരൻ്റേത് എന്ന തലത്തിലേക്ക് നമ്മൾ ഉണരുമ്പോഴും മാത്രമേ അവിദ്യയിൽ നിന്ന് നമുക്ക് വിദ്യയിലേക്ക് ഉണരാൻ പറ്റൂ. അതേ ആദ്യം നമ്മൾ ഈശ്വരനിലേക്ക് എത്തണം. ഈശ്വരൻ്റെതാണ് എല്ലാം, പ്രപഞ്ചവും, കുട്ടികൾ, മക്കൾ, ഭാര്യ, എല്ലാം ഈശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെതാണ്, ബ്രഹ്മം തന്നെയാണ് എന്ന അറിവിലേക്ക് നമ്മൾ ഉണരുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ അറിവിലേക്ക് എത്തുകയുള്ളൂ.
അപ്പോഴേ നമ്മൾ അവിദ്യയിൽ നിന്ന് നമ്മൾ വിദ്യയിലേക്ക് ഉണരുന്നുള്ളൂ. അപ്പം നമ്മൾ എല്ലാ പൊസസീവ്നെസ്സും, സ്വാർത്ഥതയും, ഇപ്പം പറയുന്ന കാമ, ക്രോധ, മത, മത്സര, രാഗ, ദേശ എല്ലാ വികാരങ്ങളിൽ നിന്നും നമ്മൾ മുക്തനാവുകയും. അപ്പം വികാരങ്ങളിൽ എല്ലാപ്പോഴും നിൽക്കുമ്പോൾ നമ്മളിൽ എല്ലാ വികാരങ്ങളിലും നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അവിദ്യയിലാണ്. വികാരങ്ങളിൽ നിന്നെല്ലാം ഉണർന്ന് വികാരേതാധികതനായിട്ട് നമ്മൾ അതിനെയെല്ലാം അതിക്രമിച്ച് പൂർണ്ണമായിട്ടും ഈശ്വരനിലേക്ക് ഉണരുമ്പോഴാണ് നമുക്ക് മായയെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അതായത് വിദ്യയിലെത്തുമ്പോഴും വിദ്യാമായയിലെത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്താണെന്നും വിശ്വമനസ്സ് എന്താണെന്നും വ്യക്തിഗത മനസ്സ് ഇല്ലാത്തതാണെന്നും വിശ്വമനസ്സാണ്, ആ വിശ്വമനസ്സിലാണ് ഈ പ്രപഞ്ചം വിടർന്നു നിൽക്കുന്നതെന്നെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം. മായയെക്കുറിച്ചിട്ടും ശക്തിയെക്കുറിച്ചിട്ടും പരാശക്തിയെക്കുറിച്ചിട്ടും പരമാത്മാവിനെ കുറിച്ചിട്ടും പരബ്രഹ്മത്തെക്കുറിച്ചിട്ടൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.